See that? Hello, welcome back to Comica. It's me, Francis. It's Sunday. അപ്പോൾ സൺഡേയിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയായിരുന്നു, പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നല്ല സ്നോ ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ഈ സ്നോവിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നടക്കാൻ പോവുകയാണ് സ്നോയിലൂടെ. ഓക്കെ, ഇതുണ്ട് ഈ കാറിലൊക്കെ മൊത്തം ഇങ്ങനെ സ്നോ കിടക്കാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കാം. നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതി വെക്കാം. ഇത്രയും കട്ടിയുണ്ട്, ഏകദേശം ഒരു 2 ഇഞ്ച് സ്നോ ഇപ്പോൾ പെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാത്രിയൊക്കെ ആകുമ്പോൾ കൂടുമെന്ന് തോന്നണത്. ഇനി നമുക്ക് പതുക്കെ നടക്കാം, എന്നിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്നോ പെയ്ത് കിടക്കുകയാണ്. മൊത്തം വൈറ്റാണിത്. ഇത് കണ്ടോ, മൊത്തം ഇങ്ങനെ സ്നോ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ്. സാറും ഡിസംബർ ആകുമ്പോഴാണ് സ്നോ പെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഏർലി ആയിട്ടാണ് പെയ്തേക്കുന്നത്. ഏകദേശം ഒരു 2-3 ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ സ്നോ പെയ്തേക്കുന്നത്. ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പം ഭയങ്കര റിസ്ക് ആയിരിക്കും. നമുക്ക് കാർ ഓടിക്കാനും പിന്നെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റോഡൊക്കെ ആണെങ്കിൽ സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ വേണ്ടി. ഇവിടെ പിള്ളേരുടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ പാർക്ക് കാണിച്ചു തരാം. അത് മൊത്തം സ്നോയിൽ കവർ ചെയ്ത് കിടക്കണതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. അപ്പോൾ സാറിന് ഇവിടെ ഫുള്ളാണ്, പിള്ളേർ എപ്പോഴും കളിക്കുന്നതാണ്. ഇന്നിപ്പോൾ സ്നോ ആയതുകൊണ്ട് പിള്ളേരൊക്കെ കുറവാണ്. അത്യാവശ്യം നല്ലോണം സ്ലിപ്പ് ആവുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഷൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂസ് വേണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെന്നാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രിപ്പുള്ള ഷൂ ഇടുക. ഇതുണ്ട്, നല്ല തെന്നലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്രയും സ്ലിപ്പറി ആയിരിക്കില്ല. പക്ഷേ ഇനിയിപ്പോൾ നാളേക്ക് ആകുന്ന നേരത്ത് ഭയങ്കര മാർബിൾ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വേണം മഞ്ഞിലൂടെയൊക്കെ നടക്കാൻ. അപ്പോൾ നോവയും തീയനും ഭയങ്കര കളിയാണ് സ്നോയിൽ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു തണുപ്പാണ് പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അവന്മാരിങ്ങനെ സ്നോ പരസ്പരം എറിഞ്ഞ് കളിക്കുന്നതാണ് ഇങ്ങനെ. ഇവിടെ ആളുകളിങ്ങനെ മഞ്ഞ് നല്ലോണം പെയ്ത് കഴിയുമ്പോൾ സ്നോമാനം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ ബാക്കിൽ കാണാം ഒരു സ്നോമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് പോയി ഒന്ന് കാണാം. ഇതിവിടെ തൊട്ടടുത്തുള്ള ഒരു നെയ്ബർ ചെയ്തതാണ്. പുള്ളിക്കാരത്തി 2 പിള്ളേരും കൂടി ചെയ്തതാണ്. ഇത് 1 മണിക്കൂർ കഷ്ടപ്പെട്ടാണ് അവർ സ്നോമാനം ഉണ്ടാക്കിയത്. അപ്പോൾ പുള്ളിക്കാരത്തി ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കാർഫ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ സ്നോമാൻ റെഡിയാവും. Wow, well done. നമ്മുടെ സ്നോമാനം ഉണ്ടാക്കിയ പുള്ളിക്കാരത്തി ഉണ്ട്. പുള്ളിക്കാരത്തി ഫാമിലിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നോയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കളിക്കണം. അപ്പോൾ നമ്മളോടും പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണെങ്കിലും നോവേനും തീയാനും നമുക്ക് ഏതാണ് ലെവലിൽ കയറ്റി ഒന്ന് സ്ലൈഡ് ചെയ്യിക്കാം. How was it? Suck. Okay, gonna throw it. 1, 2, 3.
ഇപ്പോൾ ടൈം ഏകദേശം നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഡ്രോൺ വിട്ട് നോക്കാം. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഡ്രോൺ വിട്ടിട്ട് നോക്കാം. അത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡ്രോൺ വിട്ടാലോ പോയി. അപ്പോൾ നമ്മുടെ ഡ്രോൺ നമ്മൾ മേളിലോട്ട് വിടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സമ്മറിലെ ഒരു വ്യൂ കാണിച്ചായിരുന്നു നിങ്ങളിവിടെ ഈ സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മുടെ ഈ വിൻ്ററിൽ എങ്ങനെയാണ് ഈ വ്യൂസ് എന്ന് നോക്കാം. കണ്ടോ, ഇത് മൊത്തം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല വെള്ള നിറത്തിൽ കിടക്കുകയാണ്. ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇന്ന് -3 ഉണ്ട്. സാധാരണ ഈ മഞ്ഞ് പെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ വൺസ് ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വലിയ തണുപ്പൊന്നും തോന്നാറില്ല. അത് ആളുകൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഈ തണുപ്പത്ത് ജീവിക്കുന്നത്, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അത് യൂസ്ഡ് ആകും. പിന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല അങ്ങനെ. ഇത് കണ്ടത് മൊത്തം ഇങ്ങനെ മഞ്ഞിലിങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ഈ വീടിൻ്റെ മേൽക്കുരകളെല്ലാം കണ്ടോ, ഈ മേളിലെല്ലാം ഇങ്ങനെ ഐസ് കവർ ചെയ്ത് കിടക്കുമല്ലേ. ഈ സമയത്താണ് ഈ പോലീസുകാർ അവർ ഹെലികോപ്റ്ററിൽ പെട്രോളിങ് ചെയ്യുന്നത്. കഞ്ചാവ് കൃഷി നടത്തുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ കഞ്ചാവ് കൃഷി അവരുടെ ലോഫ്റ്റിൽ നടത്തുമ്പോൾ അവിടെ ഹീറ്റർ ഇടണം എപ്പോഴും. അപ്പോൾ ഹീറ്റർ ഇടുമ്പോൾ ഈ മേളിൽ എന്തോരം മഞ്ഞ് പെയ്താലും അത് സ്റ്റേ ചെയ്യില്ല, മഞ്ഞ് മാറിക്കിടക്കും. അപ്പോൾ മഞ്ഞില്ലാത്ത വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനർത്ഥം അവർ കഞ്ചാവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെന്നാണ്. അപ്പോൾ പോലീസുകാർ അവരെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പെട്രോളിങ് നടത്താറുണ്ട്. സോഫാർ എല്ലാം കണ്ടിട്ട് നല്ല ഭംഗിയാണ്. എല്ലാവരും നല്ല ആളുകളാണ്. കഞ്ചാവ് കൃഷി നടത്താത്ത ടീമുകളാണ്. ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടിയിൽ മൊത്തം ഐസ് കവർ ചെയ്ത് കിടക്കണേ. അപ്പം നമ്മൾ വണ്ടിയുടെ എൻജിൻ ആദ്യം ഓണാക്കി, പിന്നെ അകത്ത് ഹീറ്റിംഗ് ഫുൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഐസ് മൊത്തം നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞിട്ടിരിക്കുകയാണ്. സാധാരണ ഈ മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മുടെ ഈ വൈപ്പർ മേളിലോട്ട് പൊക്കി വെക്കും. കാരണം അതെടുത്ത് മേളിലോട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല. അതല്ലെങ്കിൽ പിന്നെ ഡീഐസറൊക്കെ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത്രയും ഐസ് പിടിക്കില്ല. അപ്പം നമ്മൾ ഇന്നലെ അതൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് ചെറിയ ചൂടിൽ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഐസെല്ലാം മാറിക്കിട്ടും. പക്ഷേ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ ഇത് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതിലും ബെസ്റ്റ് കുറച്ച് വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് ഹീറ്റിംഗ് ഓണാക്കിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ, സേഫായിട്ടുള്ള രീതി. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.